അള്ളാഹു അവതരിപ്പിച്ച ഈ ദൈവിക ഗ്രന്ഥത്തിൽ, അവന്റെ അടിമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഈ ദൈവിക ഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയാലുക്കളാണോ? എങ്കിൽ മനുഷ്യരെയും ജിന്നുവർഗത്തെയും എല്ലാം ഒരുമിച്ച് കൂട്ടിക്കോളൂ. അവരിലെ മുഴുവൻ സാഹിത്യകാരന്മാരെ, ജിന്നുവർഗത്തിലെ സാഹിത്യകാരന്മാരെ, ഇൻസുവർഗത്തിലെ സാഹിത്യകാരന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയാലും വിശുദ്ധ ഖുർആനിലെ ഒരധ്യായത്തിന് അല്ല, ഒരു വാചകത്തിന് തുല്യമായ ഒന്ന് അവതരിപ്പിക്കാൻ കഴിയില്ല. 14 നൂറ്റാണ്ടുകൾ പിന്നിട്ട ഖുർആനിൽ ഈ വെല്ലുവിളി മങ്ങലേറ്റിട്ടില്ല, ഈ വെല്ലുവിളി നശിച്ചു പോയിട്ടില്ല. ഈ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ലോകാടിസ്ഥാനത്തിൽ ജൂത സൈറ്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഖുർആനിനെതിരെയുള്ള, ഹദീസുകൾക്കെതിരെയുള്ള പ്രചണ്ഡമായ പ്രചാരങ്ങളെ അതിജയിച്ച്, കാലഗണനകളെ, കാലഘട്ടങ്ങളെ, ദേശീയ അതിർവരമ്പുകളെ അതിജയിച്ച് കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ കടന്ന് ലോക മനസ്സുകളിൽ ചിന്താവിപ്ലവം സൃഷ്ടിക്കാൻ ദൈവിക ഗ്രന്ഥമായ ഖുർആനിന് സാധിച്ചത് അത് മനുഷ്യനിർമ്മിതമല്ല എന്നുകൊണ്ടാണ്. തീർച്ചയായും 15-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. തീർച്ചയായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് നാമാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഖുർആനിലെ 5-ാം അധ്യായം 44-ാമത്തെ വചനമാണ്. തൗറാത്ത് അവതരിപ്പിച്ചത് നാമാണ്, ഇഞ്ചീൽ അവതരിപ്പിച്ചതും നാമാണ്. ഫീഹാ ഹുദൻ വനൂർ, അതിൽ മാർഗദർശനം ഉണ്ടായിരുന്നു, അതിൽ പ്രകാശമുണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? പൂർവ്വവേദങ്ങൾ ഈസാ നബി, ജീസസ് ക്രൈസ്റ്റ്, അദ്ദേഹത്തിന് ഇഞ്ചീൽ നൽകി, അദ്ദേഹത്തിന് ഇഞ്ചീൽ നൽകി. അത് ദൈവം നൽകിയതാണ്. ആ അല്ലാഹു തന്നെയാണ് മുഹമ്മദ് നബിക്ക് ഖുർആൻ ഇറക്കിയത്. തൗറാത്ത് മൂസാ നബിക്ക് നൽകിയ പ്രപഞ്ചനാഥൻ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും അവതരിപ്പിച്ചത്. ലോകത്ത് ഏതൊക്കെ വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ വേദഗ്രന്ഥങ്ങളിൽ ദൈവികമായ അസിലോടുകൂടി അവതരിപ്പിക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളും മാനവ സമൂഹത്തിന് അതത് കാലത്ത് വഴി കാണിച്ചു. പക്ഷെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. എന്താണ് ആ വ്യത്യാസം? ആ വേദഗ്രന്ഥങ്ങളെയെല്ലാം അതത് കാലത്തെ മനുഷ്യരുടെ കൈകളിൽ സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടു. എന്നാൽ വിശുദ്ധ ഖുർആനിന് ശേഷം ഒരു ഗ്രന്ഥം വരാനില്ല, വിശുദ്ധ ഖുർആനിന് ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ചുമതല, സംരക്ഷണ ചുമതല മനുഷ്യരെ ഏൽപ്പിച്ചില്ല. വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണ ചുമതല ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന അതീശാധികാരിയായ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തു.